അമേരിക്കയുടെ മൗനാനുവാദത്തോടെ കാബൂളിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണം. താലിബാനെ ഏറെക്കാലം പോറ്റി വളർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ അടുത്ത കാലത്തായി അഫ്ഗാൻ ഭരണകൂടവുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അധികാരത്തിലേറിയ ശേഷം താലിബാൻ സർക്കാർ പാകിസ്ഥാനെയും അവരുടെ ചാരസംഘടന ISIയുടെയും തിട്ടൂരങ്ങൾ അനുസരിക്കാത്തതാണ് കാരണം. പാക് അഫ്ഗാൻ അതിർത്തിയായ ഡ്യൂറൻ രേഖയെ താലിബാൻ അംഗീകരിക്കുന്നില്ല. അതിന് ഇരുഭാഗവും പഷ്തൂണുകൾ ഉള്ളതാണ് കാരണം. തെഹ്രീക്ക് താലിബാൻ അഥവാ TTP ആക്രമണങ്ങൾ ശക്തമാക്കിയതോടെ പാകിസ്ഥാൻ 80,000-ഓളം അഫ്ഗാൻ അഭയാർത്ഥികളെ പുറത്താക്കിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള സ്പർദ്ധ കൂട്ടി. ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ വർഷം തന്നെ 500-ലേറെ മരണമാണ് ഇവിടെയുണ്ടായത്. ഏറ്റവും ഒടുവിലായി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എയർഫോഴ്സ്. 2 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാബൂളിലെ TTPയുടെയും അൽ-ഖയ്ദയുടെയും സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ തലവൻ നൂർവാലി മെഹസൂദിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് ആക്രമണമെന്നാണ് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ആക്രമണത്തിൽ നിന്ന് നൂർവാലി മെഹസൂദ് രക്ഷപ്പെട്ടതായും മകൻ കൊല്ലപ്പെട്ടതായുമാണ് വിവരം. ആക്രമണം ലക്ഷ്യം കണ്ടതായി പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും നൂർവാലി മെഹസൂദ് സുരക്ഷിതനാണെന്നും പാകിസ്ഥാനിലുണ്ടെന്നും വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന് പരസ്യമായി ആരോപിച്ച് 48 മണിക്കൂറിനുള്ളിലാണ് ആക്രമണം പ്രകോപനപരമാണെന്നാണ് അഫ്ഗാന്റെ പ്രതികരണം. 2021-ൽ താലിബാൻ അധികാരത്തിലേറിയ ശേഷം ആദ്യമായാണ് കാബൂളിൽ പാകിസ്ഥാന്റെ കടന്നാക്രമണം ഉണ്ടാകുന്നത്. താലിബാന്റെ പരിമിതമായ വ്യോമ പ്രതിരോധ ശേഷിയും മുൻ അഫ്ഗാൻ വ്യോമസേനയുടെ അഭാവവും പാകിസ്ഥാന് ആത്മവിശ്വാസം നൽകുന്നതാണ്. മെഹസൂദിന്റെ കുടുംബത്തിന് നേരെ നടന്ന ആക്രമണം TTPയുടെ ഷൂറയിൽ ആഭ്യന്തര പ്രതിസന്ധിക്ക് കാരണമായേക്കാം. ഇതിനകം കാബൂൾ, റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ അനുകൂല വിഭാഗങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതിന്റെ ബാക്കിയായി കൂടുതൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകാമെന്നും പാകിസ്ഥാനും താലിബാൻ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയേക്കാമെന്നും സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനം തുടരുന്നതിനിടയിലാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ചർച്ച നടക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരുടെ വാഹന വ്യൂഹത്തിന് നേരെ തീവ്രവാദികൾ നടത്തിയ കുഴിബോംബാക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് താലിബാൻ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തീവ്രവാദിയായ പിർ അഖ ഖണ്ഡാരിയെ പാകിസ്ഥാൻ സേന വധിച്ചിരുന്നു. നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചയാളാണ് ഇയാളെന്നാണ് പാക് അന്വേഷണ ഏജൻസി പറയുന്നത്. മാസങ്ങളായി തുടരുന്ന സംഘർഷം ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനിലെ ഭരണ അട്ടിമറിയാണെന്നും അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് തെഹ്രീക്ക് താലിബാൻ നടത്തുന്നതെന്നും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി അഫ്ഗാനെ ഉപയോഗിക്കുന്നതായും പാക് സേന ആരോപിച്ചിരുന്നു. എന്നാൽ അഫ്ഗാൻ ഈ ആരോപണത്തെ നിഷേധിച്ചു. അഫ്ഗാനിലെ ബഗ്രാം വ്യോമത്താവളം അമേരിക്ക ലക്ഷ്യമിടുമ്പോൾ ശക്തമായ എതിർപ്പറിയിച്ച് അഫ്ഗാന് പ്രതിരോധ കവചവുമായി പാകിസ്ഥാൻ തന്നെ രംഗത്ത് വന്നിരുന്നു. സമീപകാലത്തെ സംഭവ വികാസങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്നതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.